വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ മീനുകൾ വലയിൽ നിറയും. മീൻപിടുത്തത്തിന് കുഞ്ഞഹമ്മദക്കയുടെ ഭാഷയിൽ കൃത്യമായ കാലഗണനയുണ്ട്. നീന്തല് പഠിച്ച കാലത്തെ പുഴയുടെ ഋതുഭേദങ്ങൾ തിരിച്ചറിഞ്ഞു. കാറ്റും മഴയും വെയിലും തണലുമായി പുഴ തിളച്ചൊഴുകിയ നാളുകൾ ഓർമ്മയിൽ ഒരു കലണ്ടർ കണക്കെ പരന്നുകിടക്കുന്നു. ചെറുപ്പം തൊട്ടേ മീൻവലയിൽ മനസ്സു കുരുങ്ങി. മീൻപിടുത്തം അഭിരുചി ചേർത്തു. ഈ 90-ാം വയസ്സിലും കുഞ്ഞഹമ്മദ്ക്ക കുളിച്ചു കയറിയിട്ടില്ല. ചെറുപ്പം മുതലേ വാപ്പാപ്പാരായിട്ട് നായാട്ടും മീൻ പിടുത്തമാണ്. ഇപ്പം നായാട്ടിപ്പം ഇല്ലാതായി. അപ്പം മുയലിനെ പിടിക്കാൻ പോവുക. അവിടെ നമ്മളവിടെയൊക്കെ മുയലുണ്ടായിരുന്നു പണ്ടേ. അത് പിടിച്ച് കൊടുന്നതൊക്കെ ജീവിച്ചിരിക്കണ്. അങ്ങനെ പിന്നെ പാടത്ത് ഇറങ്ങിയിട്ട് അവിടെ പൊയിൽ അല്ല പാടത്താണല്ലോ മീനുണ്ടാകുക. അവിടെ മീൻ പിടിക്കുക. നേരം വെളുത്ത് വൈകുന്നേരം നേരം വെളുക്കോളം ഞാൻ മീൻ പിടിച്ചിരിക്കണ്. അങ്ങനെ പോയി ഈ ഭാരതപ്പൊയിൽ വന്നിട്ടും കണക്കല്ലാതെ മീൻ പിടിച്ചിരിക്കണ്. ഇപ്പോൾ പുഴ തുരുത്തുകൾ മാത്രമായി. മൺകുഴികളിലേക്ക് ചുരുണ്ട നിശബ്ദമായ പുഴയെക്കുറിച്ച് കുഞ്ഞഹമ്മദ്ക്കയ്ക്ക് ആവലാതികളുണ്ട്. ജീവിതം മുഴുവൻ പുഴയോരത്തിന് കൊടുത്ത ഈ മനുഷ്യന് പരിസ്ഥിതിയുടെ പ്രതിബന്ധങ്ങളൊന്നൊക്കെ പറഞ്ഞ് വഴുക്കാനറിയില്ല. നാട് മുഴുവൻ പുഴയോരമായിരുന്നു. വല നിറയെ മീനുണ്ടായിരുന്നു. ഇപ്പോ മഴയും പുഴയുമില്ല. മണലെടുത്ത് പുഴയെ കൊല്ലുന്നവരോട് എന്തു പറയാൻ? പുഴയുടെ കാര്യം ഇപ്പോൾ മേൽഭാഗത്തു നിന്നൊക്കെ മണൽ കോരുകയാണ്. പുഴയെ ഇവിടുന്നല്ല മേൽഭാഗത്തു നിന്നൊക്കെ. അപ്പം അവിടുന്ന് തുരന്ന് മണ്ണ് ഇളകി പോരുക. അങ്ങനെ പുഴ വന്ന് തൂരുക. മണലെടുക്കലൊക്കെ കുറഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരും. ഇതിപ്പോൾ അവിടെയൊക്കെ ചെയ്യണ പണിയാണ്. ഇവിടെ മണൽ കോരിയിട്ടല്ല ഇത് വരണത്. മേലൊക്കെ മണൽ പൊയ്ന്ന് എടുത്തിട്ട് അപ്പോൾ തുറന്ന് പോരല്ലേ അടിയിൽ നിന്നിട്ട് പറ്റേ. ഇത് കുറച്ച് അകലല്ലല്ലേ നമ്മളെ ഭാരതപ്പുഴ. കുറച്ച് മേലെ നിന്നൊക്കെ ചെയ്യണ പണിയാണ്. അങ്ങനെ പോയാൽ അതിപ്പം എന്തപ്പോൾ ഗവൺമെൻറ്റിനെ കൊണ്ടല്ല ഇപ്പോൾ നേരാക്കാൻ വയ്യല്ലോ. മണലെടുക്കൽ വേണ്ട വെച്ചോട്ടെ. അല്ല എടുക്കുകയാണെങ്കിൽ വല്ല കൂടിക്കെടുക്കണ വല്ല അരുഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ തിരക്കൽ ചെയ്ത് വള്ളത്തിൽ നിന്ന് അടിയിൽ നിന്നൊക്കെ മാന്തി എടുക്കണേ. അങ്ങനെ എടുത്താൽ പോയാൽ ദൂരം തന്നെയല്ലേ ചെയ്യുക. പഴയ പുഴയെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞഹമ്മദ്ക്ക നിറഞ്ഞൊഴുകും. നീരാഴങ്ങളിൽ തുടങ്ങി നിശബ്ദതയുടെ മണൽ പരപ്പ് വരെ. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ഇരുന്ന് പഴയ കാലത്ത് വർത്തമാനം പറയാൻ പറ്റാത്ത ഇവിടെ ഒക്കെ പുഴ തന്നെയായിരുന്നു, കുണ്ടായിരുന്നു. ആ കടവ് മേലെ കടവില്ലേ അവിടെ മുതൽക്ക് ഇതേവരെയൊക്കെ കുണ്ടായിരുന്നു പഴയ കാലത്ത്. പുഴയൊക്കെ പറ്റ തൂർന്നിക്കണ്. ഇപ്പോൾ കുട്ടിക്കാലത്ത് വന്നാൽ ഇവിടെ പോയി തന്നെയല്ലേ വന്നാൽ കിടന്നുറങ്ങലും ഒക്കെ. കുടിയിലേക്ക് പോക്കില്ല. ഇവിടെ ഈ കുറ്റിപ്പുറത്തുകാരൊക്കെ അധികം ആളും ഈ മീൻ കൊണ്ട് കഴിഞ്ഞിരിക്കണ്. ഞാനും കഴിഞ്ഞിരിക്കണ്. അത് ഇവർ ആ നാട്ടില പറഞ്ഞൊരു വല ഉണ്ടായിരുന്നു. അത് വല ഇവിടെ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്നോട് വിവരം പറയും. എന്തിനാ വെച്ചാൽ കുണ്ടുള്ളോടത്തൊക്കെ കുടുങ്ങിയാൽ മുങ്ങിയെടുക്കാനേ. മീനുകളാണ് അബ്ദുക്കയുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. മീൻ രുചി ചേർക്കാതെ ഉച്ചയ്ക്ക് ചോറില്ല. പുഴമീനിന്റെ രുചി കാലാവസ്ഥയനുസരിച്ച് മാറുമെന്നത് കുഞ്ഞഹമ്മദ്ക്കയുടെ രുചിശാസ്ത്രം. പഴയ മീനുകളൊക്കെ പോയി, പുതിയവർ ഒഴുകിയെത്തി. പുഴ പുതുനിരകളെ നിരത്തി കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
പുരയിടവും വല വിരിച്ചിരിക്കുകയാണ്. കുഞ്ഞഹമ്മദ്ക്ക കണ്ണിമുറുക്കാത്ത വലയില്ല. ഓരോന്നിനും ഓരോ കർത്തവ്യമുണ്ട്. ചെറുമീനുകളെ വളരാൻ വിടണം. അതിനായി കണ്ണിയെടുപ്പം കുറഞ്ഞ വല വേണം വിരിക്കാൻ. ഈ പത്തായം നിറയെ വലകളാണ്. കരിമീൻ വല, വയമ്പ് വല, നരിമീൻ വല, നായാട്ടുവല, അങ്ങനെ മീൻ പെരുമ വിരിഞ്ഞു നിൽക്കുന്ന വലകൾ നിറഞ്ഞ പത്തായത്തിനു മുകളിലാണ് കുഞ്ഞഹമ്മദ്ക്കയുടെ ഉറക്കം. മീൻ പിടുത്തമല്ല, മീൻ പഠിത്തമാണെന്ന് കുഞ്ഞഹമ്മദ്ക്ക തിരുത്തും. നാട്ടിലൊരു തലമുറ തന്നെ ശിഷ്യരായുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ലഹരി എന്ന് പറയുന്നത് മീൻപിടുത്തം മാത്രമാണ്. വല, മത്സ്യം, പുഴ, മീൻപിടുത്തം, ഇതിന് മാത്രമായാണ് അദ്ദേഹം ജീവിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം 2ാമത്തെ ക്ലാസ്സിൽ തന്നെ പഠനം ഉപേക്ഷിച്ചു. നേരെ മൂപ്പരുടെ ഉപ്പാപ്പാൻ്റെ വല എടുത്ത് നേരെ പുഴയിൽ കണ്ട് ഇറങ്ങിപ്പോവുക. പിന്നെ ജീവിതത്തിൽ ഈ 90 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ മലയാളിയുടെ ശരാശരി ആയുസിൽ 90 വയസ്സിൽ നിൽക്കുമ്പോൾ ഈ പ്രായത്തിലും അദ്ദേഹത്തെ ഈ മത്സ്യത്തോടുള്ള ഒരു മീൻപിടുത്തത്തോടുള്ള ഒരു കമ്പം അവസാനിച്ചിട്ടില്ല. ഹെമിംഗ്വേയുടെ കിഴവനും കടലിലും എന്ന നോവലിലെ കഥാപാത്രം പോലെ ഞങ്ങൾക്ക് കുഞ്ഞഹമ്മദ്ക്ക കിഴവനും പുഴയും എന്ന പേര് അന്വർത്ഥമാക്കുന്നു. കാരണം കാലങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ ഈ മത്സ്യബന്ധനം, അത് മത്സ്യം അവിടെ ഉണ്ടെന്ന് അതിൻ്റെ നുരയും പതയും അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്ന രീതിയും മനസ്സിലാക്കിയിട്ട് അയാളുടെ മനസ്സിൽ എപ്പോഴും ആമന്ത്രണം ചെയ്യും. എന്നോടത്ത് മത്സ്യമുണ്ട്, എന്തായാലും അവിടെ വല വീശിയാൽ കിട്ടുന്നു. മറ്റുള്ളവരെ അതിശയിപ്പിച്ചുകൊണ്ട് ആ ഒരൊറ്റ വലയിൽ കിട്ടിയ മത്സ്യവുമായി അയാൾ പെട്ടെന്ന് തിരിച്ചു പോകും. കുഞ്ഞഹമ്മദ്ക്കയുടെ പുഴപ്പൂതിയും മീൻപ്രേമവും കുടുംബത്തിന് നന്നായി അറിയാം. 90ാം വയസ്സിലും കുഞ്ഞഹമ്മദ്ക്കയുടെ ചെറുപ്പം കാക്കുന്ന മീനുകളോട് അവർക്ക് ബഹുമാനവുമുണ്ട്. മുറ്റത്തെ ചായ്പിലെ പുഴക്കോപ്പുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല കുടുംബത്തിനാണ്. കുടുംബം പോറ്റാൻ മീൻ കച്ചവടത്തിൽ കള്ളക്കണക്കുണ്ടാവരുത്. പുഴയാണ് സ്വത്ത്. പുഴ തരുന്നത് രുചിയായി വിളമ്പുന്നു. രുചിക്ക് കൂലി ചോദിക്കില്ല, തരുന്നത് വാങ്ങും. പഴയ പതിവ് ഇപ്പോഴും തുടരുന്നു. ഒഴുക്കുടുങ്ങിയ ഭാരതപ്പുഴയുടെ വൈകുന്നേരങ്ങളിൽ വട്ടമിട്ടിരിക്കുമ്പോൾ കുഞ്ഞഹമ്മദ്ക്ക മീൻ കഥകൾ പറയും. പുഴയോടൊത്ത പ്രണയകാലം പങ്കിടും. അന്നീ പുഴ ഇങ്ങനെയായിരുന്നില്ല. കുഞ്ഞു കൈവഴികളുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകുന്നവൾ ചതിക്കുഴി ഒളിപ്പിച്ചിരുന്നില്ല. മീനുകൾ പലവിധം. ഒരു പുഴയ്ക്കൊപ്പം ഒഴുകിയ ജീവിതം സായാഹ്നത്തിന്റെ ഓളപ്പരപ്പിലിരുന്ന് പുഴയുടെ അകാലചരമം തൊട്ടറിയുകയാണ്. എനിക്കിഞ്ഞിപ്പോൾ ഇത്രേ സമയം ഉണ്ട്. ഇനി നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ വിഷമമുണ്ടാവും. എനിക്കിഞ്ഞിപ്പോൾ എന്ത് വിഷമമാണ്? പുഴ കേടെന്നാൽ ആർക്കും ബുദ്ധിമുട്ട് തന്നെ. ഇനിയും ഒഴുകാൻ കാലമേറെയുണ്ട്. തലമുറകൾ തണുപ്പു പറ്റാൻ തീരത്ത് കാത്തിരിപ്പുണ്ട്. തിരിച്ചൊഴുകാൻ ഭാരതപ്പുഴയെ കുഞ്ഞഹമ്മദ്ക്ക വിളിക്കുകയാണ്. മണൽപ്പരപ്പിലേക്ക് നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ. കുഞ്ഞഹമ്മദ്ക്കയുടെ പുഴയോരത്തിരുന്ന്
ഒട്ടും പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കട്ടെ.